എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവി മാഹാത്മ്യം പഠനം ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം നമ്മൾ ദേവി കവചം മനസ്സിലാക്കി, രണ്ടാമതായി അർഗളം മനസ്സിലാക്കി. ഇന്ന് ദേവി കീലകം മനസ്സിലാക്കാൻ പോവുകയാണ്. കീലകം എന്നാൽ താക്കോൽ എന്നാണ് അർത്ഥം. ഈ രഹസ്യ താക്കോൽ തയ്യാറാക്കിയത് സാക്ഷാൽ ശ്രീ പരമശിവനാണ്. ഇനി നമുക്ക് കീലകം പഠിക്കാം. ഓം നമശ്ചണ്ഡികായേ. മാർക്കണ്ഡേയ ഉവാച. വിശുദ്ധ ജ്ഞാനദേഹായ ശ്രീവേദീ ദിവ്യചക്ഷുഷേ ശ്രേയപ്രാപ്തി നിമിത്തായ നമ സോമ അർദ്ധധാരിണേ. വിശുദ്ധ ജ്ഞാനദേഹായ, വിശുദ്ധമായ ആ ശരിയായ ജ്ഞാനം തന്നെ ദേഹമായുള്ളവനും, ത്രിവേദി മൂന്ന് വേദങ്ങളും, ദിവ്യചക്ഷുഷെ മൂന്ന് കണ്ണുകളാക്കി വിലസുന്നവനും, ശ്രേയപ്രാപ്തി മോക്ഷപ്രാപ്തിക്ക് നിമിത്തായ കാരണഭൂതനുമായ സോമാർദ്ധധാരിണെ സോമശേഖരനെ, അതായത് അർദ്ധചന്ദ്രനെ ധരിച്ചവനെ, അതായത് ആ മഹാദേവനെ നമഃ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. വിശുദ്ധമായ ആ പരമജ്ഞാനം തന്നെ സ്വരൂപമായുള്ളവനും ശരീരമായുള്ളവനും, മൂന്ന് വേദങ്ങളും, അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ മൂന്ന് വേദങ്ങളും മൂന്ന് കണ്ണുകളാക്കി വിലസുന്നവനും, മോക്ഷപ്രാപ്തിക്ക് കാരണഭൂതനുമായിരിക്കുന്ന അർദ്ധചന്ദ്രനെ ധരിച്ചവനുമായ ആ മഹാദേവനെ നമസ്കരിക്കുന്നു. സർവം ഏതത് വിജാനീയാത് മന്ത്രാണാം അഭികീലകം സോബി സഹ അഭി ക്ഷേമം അവാപ്നോതി സതതം ജപതത്പരഃ. സർവം മന്ത്രാണാം അഭികീലകം. എല്ലാ മന്ത്രങ്ങളും, സർവം മന്ത്രാണാം എല്ലാ മന്ത്രങ്ങളും ജപിക്കുമ്പോൾ അതിനുണ്ടാകുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ മോക്ഷത്തിനായി നടത്തുന്ന ശ്രമങ്ങൾക്ക്, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് വരുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കുന്ന അഭികീലകം, അകറ്റുന്ന ഒരു കീലകമായിട്ട് ഏതത് ഈ ദേവി മാഹാത്മ്യത്തെ വിജാനീയാത് മനസ്സിലാക്കിയാലും, സഹ അഭി അങ്ങനെ മനസ്സിലാക്കുന്ന ഒരുവൻ, സതതം ജപതത്പരഃ എല്ലായ്പ്പോഴും, സതതം എല്ലായ്പ്പോഴും, ജപതത്പരഃ ദേവി മാഹാത്മ്യം ജപിക്കുന്നതിൽ തൽപരനായിട്ടുള്ള, സഹ അഭി അങ്ങനെയുള്ള ഒരുവൻ, ക്ഷേമം അവാപ്നോതി സർവക്ഷേമത്തെയും പ്രാപിക്കുന്നു എന്നർത്ഥം. അപ്പോ മോക്ഷപ്രാപ്തിക്കുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും അകറ്റുന്ന ഒരു കീലകമായിട്ട് ദേവി മാഹാത്മ്യത്തെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ദേവി മാഹാത്മ്യം നിത്യവും ജപിക്കുന്നതിൽ തൽപരനായിട്ടുള്ള ഇത് മനസ്സിലാക്കുന്ന ഒരുവൻ തീർച്ചയായും എല്ലാ ക്ഷേമങ്ങളെയും പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സിദ്ധ്യന്തി ഉച്ചാടന ആദീനി വസ്തൂനി സകലാനി അപി ഏതേന സ്തുവതാം ദേവി സ്തോത്രമാത്രേണ സിദ്ധ്യതി. ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ദേവി മാഹാത്മ്യം സതതം എല്ലായ്പ്പോഴും പാരായണം ചെയ്യുന്നവനെ എല്ലാ ക്ഷേമവും കൈവരുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒന്നും കൂടി വിശദീകരിക്കുന്നതാണ് ഈ മൂന്നാമത്തെ ശ്ലോകം. അതായത് സിദ്ധ്യന്തി എന്ന് വെച്ചാൽ കൈവരുമെന്ന്, ഉച്ചാടനാദീനി മറ്റു തരത്തിലുള്ള മന്ത്രജപങ്ങളും ഉച്ചാടനാദികളും ചെയ്യുന്നവർക്കും, വസ്തൂനി എന്നിങ്ങനെ ചെയ്യുന്നവർക്കും, സകലാനി അഭി എല്ലാ സിദ്ധികളും കൈവരും. പക്ഷേ എന്നാൽ സ്തോത്രമാത്രേണ സിദ്ധ്യതി ഈ ദേവി മാഹാത്മ്യം എന്ന ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് വെറും ആ പാരായണം സ്തോത്രമാത്രേണ ഈ ഒരു ജപം കൊണ്ട് മാത്രം ദേവീ സ്തുവതാം ദേവിയുടെ പ്രീതി കൈവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവി മാഹാത്മ്യം മോക്ഷത്തിനായിട്ടുള്ള ആ മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള സകല പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അകറ്റുന്ന കീലകമാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് നിത്യവും ഭക്തിയോടെ ആ ദിവ്യജനനിയെ സ്മരിച്ചുകൊണ്ട് ദേവി മാഹാത്മ്യം ജപം ചെയ്യുന്നവർക്ക് സകല ക്ഷേമവും കൈവരുമെന്ന് പറഞ്ഞു. ഈ ക്ഷേമം എന്ന് പറഞ്ഞാൽ മറ്റു വിധത്തിലുള്ള നമ്മൾ സാധാരണയായി നടത്തുന്ന ഉച്ചാടന ക്രിയകള്, ആവാഹന ക്രിയകള്,
അതുപോലെ മന്ത്രജപങ്ങള്, പൂജകള് എന്നിങ്ങനെയൊക്കെ ചെയ്ത് പല പല സിദ്ധികളും ആളുകൾക്ക് കൈവരുമെങ്കിലും ദേവീ മാഹാത്മ്യം നിത്യവും ഈ ഭക്തിയോടെ ദേവിയെ, ആ ദിവ്യ ജനനിയെ സ്മരിച്ചുകൊണ്ട് ജപിക്കുന്നവർക്ക് ഈ ഉച്ചാടനവും ആവാഹനവും പൂജകളും ഒന്നും ആവശ്യമില്ല. അതൊന്നുമില്ലാതെ തന്നെ സർവസിദ്ധികളും ദേവി പ്രീതിയും ദേവിയുടെ പ്രസാദം അനുഗ്രഹവും കൈവരുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മറ്റു മന്ത്ര ജപങ്ങളോ ഉച്ചാടനാദികളോ ചെയ്യുന്നവർക്ക് കൈവരുന്ന എല്ലാ സിദ്ധികളും ആ ദിവ്യ ജനനിയെ സ്മരിച്ച്, ഇതൊന്നും ചെയ്യാതെ തന്നെ ആ ദിവ്യ ജനനിയെ സ്മരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ദേവി മഹാത്മ്യവും നിത്യവും ജപിക്കുന്നവർക്ക് ആ ദേവിയുടെ പ്രീതിയും സർവ്വ അനുഗ്രഹങ്ങളും കൈവരും എന്നാണ് പറയുന്നത്. ന മന്ത്രോ ന ഔഷധം തത്ര ന കിഞ്ചിത് അഭി വിദ്യതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവം ഉച്ചാടനാദികം. ന മന്ത്രോ, മന്ത്രങ്ങളൊന്നും വേണ്ട, ന ഔഷധം, ഉച്ചാടനം നടത്താൻ വേണ്ട ഔഷധങ്ങളും അതിനു വേണ്ട കൂട്ടുകളൊന്നും വേണ്ട, തത്ര ന കിഞ്ചിദപി വിദ്യതേ എന്ന് വെച്ചാൽ, തത്ര എന്ന് വെച്ചാൽ ഉച്ചാടനം തുടങ്ങിയ കർമ്മങ്ങൾക്ക് മന്ത്രജപമോ അതിനു വേണ്ട ഔഷധങ്ങളോ ഒന്നും ന വിദ്യതേ, ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ നിങ്ങൾക്ക് അറിവില്ലെങ്കിലും, വിനാജാപ്യേന, അതിനു വേണ്ട മന്ത്രജപം എങ്ങനെ ജപിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല, വിന അത് ചെയ്യാതെ, ആ ജപ്യേന അതായത് വേറെയുള്ള മറ്റു മന്ത്രങ്ങളൊന്നും ജപിക്കാതെ തന്നെയും, സിദ്ധ്യേത നിങ്ങൾക്ക് കൈവരുന്നു, സർവമുച്ചാടനാധികം എല്ലാ ഉച്ചാടന ക്രിയകളുടെയും ഫലമായിട്ടുള്ള സിദ്ധികളെല്ലാം ദേവി മാഹാത്മ്യ ജപം കൊണ്ട് കൈവരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മറ്റൊരു മന്ത്രവും ജപിക്കേണ്ട, മറ്റൊരു ഔഷധ കൂട്ടുകളും ഉപയോഗിക്കേണ്ട, ഉച്ചാടന ക്രിയകൾ നടത്താൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ അതും വേണ്ട, ഉച്ചാടനത്തിന് വേണ്ട മറ്റു മന്ത്രജപങ്ങളും ചെയ്യണ്ട. ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന എല്ലാ സിദ്ധികളും സർവ ഉച്ചാടനാധികം എല്ലാ തരത്തിലുള്ള മന്ത്രജപത്തിൻ്റെയും ഉച്ചാടന ക്രിയകളുടെയും ഒക്കെ സിദ്ധികൾ നിങ്ങൾക്ക് ദേവീ മാഹാത്മ്യ പാരായണം കൊണ്ട് കൈവരുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷെ ഇവിടെയാണ് ഇനി കീലകത്തിന്റെ പ്രാധാന്യം നമ്മൾ 5-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. 5-ാമത്തെ ശ്ലോകം, സമഗ്രാണി അഭി സിദ്ധ്യന്തി ലോകശങ്കാം ഇമാം ഹരഃ കൃത്വാ നിമന്ത്രയാമാസ സർവമേവം ഇദം ശുഭം. സമഗ്രാണി അഭിസിദ്ധ്യന്തി, അതായത് ദേവീ മാഹാത്മ്യം മാത്രം ജപിച്ചാൽ മതി, മറ്റൊരു മന്ത്രജപം കൊണ്ട് മറ്റുള്ള പൂജാതി കർമ്മങ്ങൾ ഉച്ചാടന ആവാഹന ക്രിയകൾ കൊണ്ടൊക്കെ കൈവരുന്ന എല്ലാ സിദ്ധികളും ഇതൊന്നും ചെയ്യാതെ ദേവീ മാഹാത്മ്യ പാരായണം കൊണ്ട് മാത്രം സിദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മറ്റു മന്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ദേവീ മാഹാത്മ്യം ഭക്തിയോടെ നിത്യേന ജപിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ സമഗ്രാണി അഭിസിദ്ധ്യന്തി, എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ശക്തികളും സിദ്ധികളും ലഭിക്കും. അങ്ങനെ ലഭിച്ചാൽ അത് ലോകത്തിന് നല്ലതല്ല സംഭവിക്കുക, അതാണ് ലോകശങ്കാം, ഈ ലോകത്തിന് നാശം വരുമോ എന്ന് ഇമാം ശങ്ക, അങ്ങനെ ഒരു ആശങ്ക എല്ലാവരുടെയും ഉള്ളിൽ വന്നപ്പോൾ, കാരണം എല്ലാവരും സിദ്ധിയുള്ളവരാണ്, എല്ലാവരും ശക്തിയുള്ളവരാണ്. അപ്പോൾ ശക്തിയും സിദ്ധിയും വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ അഹങ്കാരികളായി മാറും, അവരുടെ ആ കഴിവ് വെച്ച് ലോകത്തിന് നാശം വിതയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക മുനിമാർക്കൊക്കെ വന്നപ്പോൾ ഹരഹ മഹാദേവൻ കൃത്വ ചെയ്തു വെച്ചു, സർവമേവം ഇദം ശുഭം, അതായത് ആ ആശങ്കയെ ഇല്ലാതാക്കാൻ, ആ സംശയത്തെ ഇല്ലാതാക്കാൻ, ലോകത്തിന് നാശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവീ മാഹാത്മ്യത്തിനെ ഒരു രഹസ്യ താക്കോൽ വെച്ച് പൂട്ടിവെച്ചു. അതാണ് കീലകം എന്ന് പറയുന്നത്. ദേവീ മാഹാത്മ്യം അങ്ങനെ എല്ലാവരും കയറി ജപിച്ച് എല്ലാവരും അങ്ങോട്ട് ശക്തിയും സിദ്ധിയും ഉള്ളവരായാൽ ലോകത്തിന് അത് നല്ലതല്ല, നാശമായിട്ടാണ് സംഭവിക്കുക. ശക്തി വർദ്ധിക്കുമ്പോൾ, സിദ്ധി വരുമ്പോൾ മനുഷ്യൻ അഹങ്കാരം വന്ന് അത് മറ്റുള്ളവരുടെ ദോഷത്തിനും ലോകത്തിന്റെ നാശത്തിനും കാരണമാകും എന്നൊരാശങ്ക മഹർഷിമാർക്ക് വന്നപ്പോൾ മഹാദേവൻ തന്നെ ദേവി കീലകം എന്നൊരു രഹസ്യ താക്കോൽ വെച്ച് ഈ ദുർഗാ സപ്തശതിയെ, ഈ ദേവി മഹാത്മ്യത്തെ പൂട്ടിവെച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിമന്ത്രയാമാസ എന്ന് വെച്ചാൽ സർവമേവം, മറ്റുള്ള മന്ത്രങ്ങളുടെ സാധുത സമർത്ഥിക്കപ്പെടുകയും ചെയ്തു. അതായത്
ദേവീ മാഹാത്മ്യ മന്ത്രജപം കൊണ്ട് മാത്രം മറ്റെല്ലാ മന്ത്രങ്ങളുടെയും പൂജാതി കർമ്മങ്ങളുടെയും ഫലം സിദ്ധിക്കുമെന്ന് വന്നപ്പോൾ മറ്റു ആളുകളൊക്കെ, മഹർഷിമാരൊക്കെ മറ്റുള്ള മന്ത്രജപങ്ങളും നാമജപങ്ങളും ഒക്കെ ഉപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ ഇവിടെ ദേവീ മാഹാത്മ്യത്തിന് ഇങ്ങനെ ഒരു കീലകം, ഒരു രഹസ്യ താക്കോൽ വെച്ച് പൂട്ടിയപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ വന്ന എല്ലാവരും മറ്റുള്ള മന്ത്രജപങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോൾ മറ്റുള്ള മന്ത്രജപങ്ങളുടെ സാധ്യതയും അതിൻ്റെ മാഹാത്മ്യവും ഇതിനോടൊപ്പം വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പരമശിവൻ ദേവി ഈ കീലകം തയ്യാറാക്കിയത് ദേവീ മാഹാത്മ്യ ജപം കൊണ്ട് എല്ലാവരും സിദ്ധിയും ശക്തിയും നേടിയാൽ അത് ഈ പ്രപഞ്ചത്തിന് നാശത്തിന് കാരണമാവും എന്നൊരാശങ്ക മുനിമാർക്കിടയിൽ വന്നപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ ഒരു രഹസ്യ താക്കോൽ വെച്ച് ദേവീ മഹാത്മ്യത്തെ പൂട്ടിവെച്ചത്. അപ്പോൾ ജപിക്കുന്ന എല്ലാവർക്കും ഈ രഹസ്യം, ഈ പരമരഹസ്യത്തെ അറിയാതെ ജപിക്കുന്നവർക്ക് സിദ്ധി കൈവരില്ല. മനസ്സിലായോ? അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ രഹസ്യ താക്കോൽ തുറക്കാതെ ദേവീ മാഹാത്മ്യം ജപിക്കുന്നവർക്ക് വെറുതെ ആ പാരായണം കൊണ്ട് യാതൊരുവിധ സിദ്ധിയോ ശക്തിയോ കൈവരില്ല. അങ്ങനെ ഒരു രഹസ്യ താക്കോൽ വെച്ച് ഈ ദുർഗാ സപ്തശതി അല്ലെങ്കിൽ ദേവീ മഹാത്മ്യത്തെ പൂട്ടിവെച്ചു മഹാദേവൻ. അതിലൂടെ എന്താ സംഭവിച്ചത്? മറ്റു മന്ത്രങ്ങൾക്കുള്ള പ്രാധാന്യവും വർദ്ധിച്ചു. കാരണം ദേവീ മാഹാത്മ്യം മാത്രം മതി എന്ന് പറഞ്ഞ് എല്ലാവരും അതുമാത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു മന്ത്രങ്ങളുടെ ഉച്ചാടന ക്രിയകളുടെയൊക്കെ പ്രാധാന്യം പോയി. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഒരു താക്കോൽ വെച്ച് ദേവീ മഹാത്മ്യത്തെ പൂട്ടിവെച്ചപ്പോൾ മറ്റു മന്ത്രങ്ങളും എല്ലാവരും, കാരണം ദേവീ മഹാത്മ്യം ജപിച്ചിട്ട് സിദ്ധി വരുന്നില്ല, ഈ രഹസ്യ താക്കോല് കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ മറ്റുള്ള മന്ത്രങ്ങളും ജപിക്കാൻ തുടങ്ങി. ഉച്ചാടന ആവാഹന ക്രിയകൾ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും ഇതിനോടൊപ്പം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് ഭഗവാൻ ഈ ഒരു കീലകം തയ്യാറാക്കിയത്, മഹാദേവൻ ഈ ഒരു കീലകം തയ്യാറാക്കിയത് എന്നാണ് പറയുന്നത്. ശ്ലോകം 6. സ്തോത്രം വൈ ചണ്ഡികായാസ്തു ചണ്ഡികായാഃ തു തത് ച ഗുഹ്യം ചകാര സഹ സമാപ്തിഃ ന ച പുണ്യസ്യ താം യഥാവത് നിയന്ത്രണാം. സഹ, ആ പരമശിവൻ, ചണ്ഡികായാസ്തു സ്തോത്രം, ആ ചണ്ഡികാ സ്തോത്രത്തെ, അതായത് ഈ ദേവീ മഹാത്മ്യത്തെ, തത്, ഈ ദേവീ മഹാത്മ്യത്തെ ഗുഹ്യം ചകാര, രഹസ്യമാക്കി തീർത്തു എന്ന്. അതിനൊരു രഹസ്യപ്പൂട്ടിട്ട്, ഒരു നിബന്ധന വെച്ചിട്ട്, ഒരു രഹസ്യപ്പൂട്ടിട്ട് ഈ ദേവീ മഹാത്മ്യത്തെ ആ പരമശിവൻ ഒരു അതീവ ഗുഹ്യമാക്കി, രഹസ്യമാക്കി വെച്ചു. അതിന് കാരണം പുണ്യസ്യ താം പുണ്യസ്യ സമാപ്തിഃ ന, അതായത് പുണ്യസ്യ, ആ സപ്തശതി പാരായണം കൊണ്ട് സമാപ്തിഃ ന, അവസാനമില്ലാത്ത ഫലത്തെയാണ് ദേവി ഭക്തർക്ക് നൽകിയിരുന്നത്. ആ ഫലം ലഭിക്കുന്നതിനാൽ അതിനാണ് ഭഗവാൻ യഥാവത് നിയന്ത്രണാം, ചില നിയന്ത്രണങ്ങൾ, ദേവീ മഹാത്മ്യ പാരായണം ചെയ്യുന്നവർക്ക് ചില നിബന്ധനകൾ കൂടി അറിഞ്ഞ് ജപിക്കുന്നവർക്കാണ് ഫലസിദ്ധി എന്ന ഒരു താക്കോൽ, ഒരു രഹസ്യപ്പൂട്ടിട്ട് ഭഗവാൻ അതിനെ പൂട്ടിവെച്ചത് എന്നാണ് പറയുന്നത്. ശ്ലോകം 7. സഹ അഭി ക്ഷേമം അവാപ്നോതി സർവം ഏവ ന സംശയഃ കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വ സമാഹിതഃ. 8. ദദാതി പ്രതിഗൃഹ്ണാതി ന അന്യഥാ ഏഷ പ്രസീദതി ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം. എന്താണ് ഭഗവാൻ പരമശിവൻ ആ ദേവീ മഹാത്മ്യത്തിന് വെച്ച ആ രഹസ്യപ്പൂട്ട് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണായാം വ ചതുർദശ്യാം, അതായത് ദേവീ മഹാത്മ്യ പാരായണത്തിന്റെ ഉത്തമമായ ശരിയായ സിദ്ധി, ആ ഉത്തമ ഫലം ലഭിക്കുന്നതിന് കൃഷ്ണായാം, കറുത്ത പക്ഷം, കൃഷ്ണപക്ഷത്തിലെ അഷ്ടമ്യാം, അഷ്ടമിയിലോ, ചതുർദശ്യാം, ചതുർദശയിലോ, സമാഹിത, ഏകാഗ്രമായ മനസ്സോടുകൂടി. അപ്പോൾ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയിലോ ചതുർദശി തിഥിയിലോ ഏകാഗ്രതയോടുകൂടിയ മനസ്സോടുകൂടിയിട്ട് ദദാതി, കൊടുക്കുക, ആ ദേവിക്ക് സമർപ്പിക്കുക തനിക്കുള്ളതെല്ലാം. അതായത് ഇന്ന് എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്ന, നമുക്കുണ്ട് എന്ന് നമ്മൾ കരുതുന്ന എല്ലാം, നമ്മുടെ ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ബുദ്ധി, അതുപോലെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, ഭൂമി, ധനം, കുടുംബം, സന്താനങ്ങൾ, എന്തൊക്കെ
എന്തൊക്കെയാണോ നമുക്ക് ഉണ്ട്, എൻ്റേത് എന്ന് പറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്നത്, അതിനെയെല്ലാം ദദാതി ആ ദേവിക്ക് സമർപ്പിക്കുക. അതിനുശേഷം പ്രതിഗൃഹ്ണാതി, അതിനെ ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം ദേവി അത് കാലക്ഷേപത്തിനായി തനിക്ക് നൽകുന്നു എന്ന സങ്കല്പത്തോടെ പ്രതിഗൃഹ്ണാതി, അതിനെ തിരിച്ചു സ്വീകരിക്കുകയും ചെയ്യുക. അതായത് ഈ ജന്മത്തിൽ, ഈ ഭൂമിയിൽ, ഈ സ്ഥൂല ശരീരത്തിൽ വന്ന് പിറന്ന എനിക്ക്, എൻ്റെ ക്ഷേമത്തിന്, എനിക്കായിട്ടുള്ള കർമ്മങ്ങൾക്കായി ദേവി എനിക്ക് അനുഗ്രഹിച്ച് ഇതെല്ലാം തന്നിരിക്കുന്നു, ഞാനൊരു ദാസനായി ഇതിനെ സ്വീകരിക്കുന്നു എന്ന മനോസങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഇതിനെ തിരിച്ചു സ്വീകരിക്കുക. അന്യതായേഷ, അങ്ങനെ ചെയ്യാത്ത പക്ഷം ന പ്രസീദതി, ദേവി ഒരിക്കലും ദേവീ പ്രീതി ലഭിക്കുന്നതല്ല. ദേവി മഹാത്മ്യം പാരായണം ചെയ്താലും ദേവിയുടെ അനുഗ്രഹവും ആ പ്രസാദവും പ്രീതിയും ലഭിക്കുന്നതല്ല. ഇതാണ് മഹാദേവൻ ചെയ്തു വെച്ച ആ രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയിലോ ചതുർദശി ദിനത്തിലോ ഏകാഗ്രതയോട് കൂടിയിട്ട് ആ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് തനിക്ക് ഇന്ന് തൻ്റേത് എന്ന് പറഞ്ഞ് താൻ അനുഭവിക്കുന്ന ശരീര, മനസ്സ്, ബുദ്ധിയെ, സമ്പത്ത്, ധനം, ഭൂമി, കുടുംബം, വീട്, എന്തൊക്കെയാണോ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്നത്, അതിനെയെല്ലാം ആ ദേവിയുടെ തൃപ്പാദങ്ങളിൽ കൊണ്ടുപോയി മനസ്സുകൊണ്ട് സമർപ്പിക്കാം. എന്നിട്ട് ഈ ജന്മത്തിൽ ദേവി അനുഗ്രഹിച്ച് എനിക്കിതെല്ലാം തന്നിരിക്കുന്നു, ഞാനൊരു ദാസനായി നിന്നുകൊണ്ട് ഇതിനെ സ്വീകരിക്കുന്നു എന്ന സങ്കല്പത്തോടു കൂടി അതിനെ തിരിച്ചു സ്വീകരിക്കുകയും ചെയ്യുക. ഈ ഒരു സങ്കല്പം അപ്പോൾ ശരിയായൊരു മറ്റൊരു തരത്തിൽ ലളിതമായി പറഞ്ഞാൽ, പരിപൂർണ സമർപ്പണമില്ലാതെ, മനസ്സിൽ ആ പരിപൂർണ സമർപ്പണമില്ലാതെ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്ക് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അനുഭവിക്കുന്ന സമ്പത്താണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അത് അമ്മയുടെ അനുഗ്രഹം, ആ ദിവ്യജനനിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് സർവ്വ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ശരീരമാണെങ്കിലും, മനഃശക്തിയാണെങ്കിലും, ബുദ്ധിശക്തിയാണെങ്കിലും, സന്താന സൗഭാഗ്യമാണെങ്കിലും, കുടുംബമാണെങ്കിലും, ധനമാണെങ്കിലും, ധാന്യമാണെങ്കിലും എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് ആ ദേവിയുടെ അനുഗ്രഹം, എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു അഹം ഇല്ലാതെ ശമിച്ച് സകലതും ആ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അതിനുശേഷം ഇതിനെയൊക്കെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ദേവി നൽകുന്ന അനുഗ്രഹമായി ഒരു ദാസനെ പോലെ നിന്ന് ഇതിനെ അനുഭവിക്കുന്ന ഒരു മനസ്സിനെ കൊണ്ടുവരണം. ആ മനോസങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഈ ദേവി മാഹാത്മ്യം പാരായണം ചെയ്താൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുന്നത്. സഹ അഭി, അങ്ങനെ ചെയ്യുന്ന ഇപ്രകാരം കീലകത്തോടുകൂടി ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നവനെ ക്ഷേമം അവാപ്നോതി, എല്ലാ ക്ഷേമവും സർവസിദ്ധിയും കൈവരുന്നു. സർവസിദ്ധിയും കൈവരുന്നു. ന സംശയ, അതിലൊരു സംശയവും വേണ്ട എന്നാണ് പറയുന്നത്. ഇത്തം രൂപേണ കീലേന, ഇപ്രകാരമുള്ള ഒരു കീലകം എന്ന രൂപത്തിൽ മഹാദേവനാൽ ദേവീ മാഹാത്മ്യം കീലിതം, പൂട്ടിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഒരു കീലകം എന്ന പൂട്ടുകൊണ്ട് മഹാദേവൻ ദേവീ മാഹാത്മ്യത്തെ പൂട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പാരായണം ചെയ്യുന്ന എല്ലാവർക്കും പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുകയില്ല. മനസ്സിൽ ആ പ്രകൃതി എന്ന ശക്തി, ആ ദേവിയിൽ, ആ ദിവ്യജനനിയിൽ ഈഗോ എല്ലാം കളഞ്ഞ് പരിപൂർണ ശരീര, മനോബുദ്ധി, സമ്പത്ത്, ധനദാനാദി, കുടുംബം, എല്ലാ സന്താന സൗഭാഗ്യം നമ്മുടേതെന്ന് നമ്മൾ കരുതുന്നതെല്ലാം ആ അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ കൊണ്ടുവച്ച് അത് പിന്നീട് അനുഭവിക്കുന്നത് അമ്മ നൽകുന്ന അനുഗ്രഹമായിട്ട് അമ്മയുടെ ദാസനായി നിന്നുകൊണ്ട് അതിനെ അനുഭവിക്കുന്നു എന്ന ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അതിനെ അനുഭവിക്കുക എന്ന ആ ഒരു പരിപൂർണ സമർപ്പിതമായ മനസ്സ്, സമർപ്പണത്തോടു കൂടിയ മനസ്സ്, ഈ ഒരു മനസ്സ് ആദ്യം ഉണ്ടാക്കണം. ഈ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്കാണ് പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കുന്നത്. ഇതാണ് മഹാദേവനാൽ തയ്യാറാക്കപ്പെട്ട ആ രഹസ്യപ്പൂട്ട് എന്ന് പറയുന്നത്. ഈ രഹസ്യപ്പൂട്ട് വെച്ചാണ് ഭഗവാൻ ഈ ദേവീ മാഹാത്മ്യത്തെ പൂട്ടിവെച്ചത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദേവീ മാഹാത്മ്യവും നിത്യവും പാരായണം ചെയ്യുന്ന ഒരുവന് എല്ലാ ഫലസിദ്ധിയും കൈവരും, അതിലൊരു സംശയവും വേണ്ട. ഇതാണ് ഈ ശ്ലോകത്തിൽ
പറയുന്നത്. അപ്പം നമ്മുടെ സമ്പത്താണെങ്കിൽ പോലും ദേവി നൽകിയ അനുഗ്രഹം, ഞാൻ ഉണ്ടാക്കിയതാണ് എന്നത് വിട്ട് ദേവി നൽകിയ അനുഗ്രഹമാണിതെന്ന് മനസ്സിലാക്കി ആ സമ്പത്തിനെ നമ്മൾ അനുഭവിക്കുക. അതോടൊപ്പം അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിനും പ്രാധാന്യം, മറ്റുള്ളവരെ സഹായിക്കുന്നതിനും നമ്മൾ ആ സമ്പത്തിനെ ഒരു ഭാഗം 10 രൂപ കയ്യിലുണ്ടെങ്കിൽ അതിലൊരു ഭാഗം മറ്റുള്ളവർക്ക് ധർമാദി കർമ്മങ്ങൾക്കായിട്ട് നമ്മൾ ചെലവഴിക്കുക. അതുപോലെ സത്കർമ്മങ്ങൾക്ക് വേണ്ടിയും ആ പണത്തിൽ നിന്നും ഒരു ഭാഗം ചെലവഴിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ആ ദേവി നൽകുന്ന അനുഗ്രഹമായിട്ട് കയ്യിലുള്ള ധനത്തെ അനുഭവിക്കുക. അങ്ങനെ സർവ്വതും, ആരോഗ്യമാണെങ്കിലും ശരീരമാണെങ്കിലും എല്ലാം ആ അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോഴാണ് ആ പൂർണ്ണ ഫലസിദ്ധി. ഇതാണ് ആ രഹസ്യപ്പൂട്ടായിട്ട് പറയുന്നത്. യഹ നിഷ്കീലാം വിധായ ഏനാം നിത്യം ജപതി സസ്ഫുടം സസിദ്ധഃ സഗണഃ സഹ അഭി ഗന്ധർവോ ജായതേ അവനേ. യഹ ഏതൊരുവനാണോ നിഷ്കീലാം വിധായ ഏനാം, ഇങ്ങനെ ആ കീലകമെന്ന താക്കോൽ ഉപയോഗിച്ച് ആ നിബന്ധനകളെ അറിഞ്ഞ് പരിപൂർണ സമർപ്പണത്തോടുകൂടി നിത്യം എല്ലാ ദിവസവും സസ്ഫുടം സ്ഫുടമായിട്ട് ദേവീ മാഹാത്മ്യം ജപിക്കുന്നത് അവൻ സഹസിദ്ധ, അതായത് അവൻ സിദ്ധനായി തീരും. സഹഗണഹ, അവൻ ദേവിയുടെ ഗണങ്ങളിൽപ്പെട്ടവനായി മാറും. അതുപോലെ സഹ അഭി ഗന്ധർവഹ ജായതേ അവനെ, മറ്റുള്ളവരുടെ സംരക്ഷണ കാര്യത്തിനായി അവൻ ഗന്ധർവനായും ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രകാരം കീലകമെന്ന താക്കോൽ അറിഞ്ഞ് ആ പരിപൂർണമായ സമർപ്പണത്തിലൂടെ അത് ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആരാണോ ദേവി മാഹാത്മ്യം നിത്യവും സ്ഫുടമായി പാരായണം ചെയ്യുന്നത്, അവൻ എല്ലാ സിദ്ധികളും കൈവരും. അവൻ സിദ്ധനായി തീരും. അവൻ ദേവിയുടെ ഗണങ്ങളിൽ ഒരുവനായി മാറും. എന്ന് വെച്ചാൽ ദേവിയോട് ചേർന്ന് നിൽക്കുന്നവനാണ് ഗണങ്ങള്. അപ്പൊ ദേവിയെ അനുഭവിച്ചറിയാൻ സാധിക്കും അവനെ എന്നാണ് പറയുന്നത്. സഹഗണഹ, അതുപോലെ തന്നെ ഈ ലോകത്തില് മറ്റുള്ളവർക്ക് സമാധാനവും സംരക്ഷണവും സുരക്ഷിതത്വവും നൽകാനായി അവൻ ഗന്ധർവനായും ഭവിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഗുരുപരമ്പരകളിലുള്ള ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഗുരുക്കന്മാരൊക്കെ ആ സ്ഥാനത്തെത്തിയവരാണ് എന്നാണ് അതിനർത്ഥം. മറ്റുള്ളവരുടെ സംരക്ഷണാർത്ഥം അവൻ ഗന്ധർവനായും ഈ ലോകത്ത് ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിദ്ധികളൊക്കെ ഇത് അറിഞ്ഞ്, കീലകമറിഞ്ഞ് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവന് കൈവരും. ശ്ലോകം 10. ന ച ഏവ അഭി അടദഃ തസ്യ ഭയം ക്വ അഭി ഇഹ ജായതേ ന അപമൃത്യുവശം യാതി മൃത്യോഹോ മോക്ഷം അവാപ്നുയാത്. അടദഃ തസ്യ എന്ന് വെച്ചാൽ ദേശാടനം നടത്തുമ്പോൾ, അതായത് ഇപ്രകാരം ദേവി മാഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുന്ന ഒരുവൻ പുറത്തൊക്കെ പോയി സഞ്ചരിക്കുമ്പോൾ, അതായത് നമ്മൾ പുറത്തു പോയി ഓരോരോ കാര്യങ്ങൾ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് ക്വ അഭി ഇഹ, ഇവിടെ ഇഹ എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ, ക്വ അഭി ഒരിക്കൽ പോലും, ഭയം നച ഏവ ജായതേ ഒരിക്കൽ പോലും അവന് ഭയം ഉണ്ടാവുകയില്ല. ന അപമൃത്യു വശം യാതി, അവൻ ഒരിക്കലും അപമൃത്യു ഉണ്ടാവുകയില്ല. മൃത്യോഹോ, പിന്നീട് മരണശേഷം മോക്ഷം അവാപ്നുയാത്, മോക്ഷവും അവന് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ദേവീ മാഹാത്മ്യം ആ രഹസ്യക്കൂട്ടറിഞ്ഞ് പാരായണം ചെയ്യുന്നവന് അവൻ യാത്രകൾ ചെയ്യുമ്പോൾ അവൻ ഒരിക്കലും ഭയമുണ്ടാവില്ല. എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന ഭയം അവൻ ഉണ്ടാവില്ല. അവൻ ഒരിക്കലും അപമൃത്യു സംഭവിക്കില്ല. അതായത് അപകടങ്ങൾ, മറ്റൊരാളാൽ വധിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുക, അങ്ങനെയുള്ള അപമൃത്യു ഒന്നും അവന് സംഭവിക്കില്ല. മരണശേഷം അവൻ മോക്ഷം നേടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ജ്ഞാത്വാ പ്രാരഭ്യ കുർവീത ഹി അകുർവാണഃ വിനശ്യതി തതഃ ജ്ഞാത്വാ ഏവ സമ്പന്നം ഇദം പ്രാരഭ്യതേ ബുധൈഹി. ജ്ഞാത്വ, അതായത് ഈ കീലക മന്ത്രം കൊണ്ടുള്ള ഗുണത്തെ, ഈ കീലകം എന്ന രഹസ്യപ്പൂട്ടിനെ മനസ്സിലാക്കി പ്രാരഭ്യ കുർവീത, അതായത് അതറിഞ്ഞ് വേണം ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുവാൻ. കീലകമെന്ന മന്ത്രത്തെ, ഈ രഹസ്യപ്പൂട്ടിനെ മനസ്സിലാക്കി അതനുസരിച്ച് വേണം
ദേവി മഹാത്മ്യം പാരായണം ചെയ്യുവാൻ. ഇനി അകുർവാണഹ, ഇനി അങ്ങനെ ചെയ്തില്ല എങ്കിൽ വിനശ്യതി, അതിൻ്റെ പൂർണ്ണ ഫലത്തെ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. തതഹ, ആയതിനാൽ, ജ്ഞാത്വായേവ ഇതം, ശരിയായ രീതിയിൽ ഈ രഹസ്യക്കൂട്ടിനെ കൂടി അറിഞ്ഞ് വേണം ഇതം, ഈ ദേവി മഹാത്മ്യത്തെ സമ്പന്നം സർവ ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് പ്രാരഭ്യതേ ബുധൈഹി, അത് പാരായണം ചെയ്യാൻ ആരംഭിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പോൾ കീലകമെന്ന ഈ രഹസ്യപ്പൂട്ടിനെ മനസ്സിലാക്കി അതനുസരിച്ച് വേണം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുവാൻ. അങ്ങനെയല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലസിദ്ധിയെ ലഭിക്കുകയില്ല. ആയതിനാൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സർവൈശ്വര്യങ്ങളോടും കൂടി പൂർണ്ണമായ സമർപ്പിതമായ മനസ്സോടു കൂടിയിട്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ ആരംഭിച്ചു കൊള്ളുക. ശ്ലോകം 12. സൗഭാഗ്യാദി ച യത് കിഞ്ചിത് ദൃശ്യതേ ലലനാജനേ തത്സർവം തത്പ്രസാദേന തേന ജാപ്യം ഇദം ശുഭം. ലലനാജനേ, അതായത് സ്ത്രീജനങ്ങളിൽ കാണുന്ന സ്ത്രീകളുടെ ആ സൗന്ദര്യം, ആ ഒരു എന്താ പറയുക, വളരെ മനോഹരമായ ഒരു സ്ത്രീ സൗന്ദര്യം, അതോടൊപ്പം സൗഭാഗ്യാദി ച യത് കിഞ്ചിത്, ഏതൊക്കെ തരത്തിലൊരു സ്ത്രീ അനുഭവിക്കുന്ന സൗഭാഗ്യം, ഐശ്വര്യം, സൗന്ദര്യം എല്ലാം, തത് സർവം, അവയെല്ലാം തത് പ്രസാദേന, ആ ദേവിയുടെ പ്രസാദമാണ്, ദേവീ പ്രസാദത്തിന്റെ ഫലമാണ്. ആയതിനാൽ ജാപ്യമിതം ശുഭം, സ്ത്രീകൾ തീർച്ചയായിട്ടും ശുഭമായ ഈ ദേവീ മഹാത്മ്യം ജപിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഒരു സ്ത്രീയുടെ ആ സ്ത്രൈണഭാവത്തിൻ്റെതായ സൗന്ദര്യം, അവരുടെ ക്ഷമാശീലം, അവരുടെ സ്വഭാവ മാഹാത്മ്യം, സൗഭാഗ്യം, ഐശ്വര്യം, അങ്ങനെ സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ആ ദേവീ പ്രസാദത്തിൻ്റെ അനുഗ്രഹമാണ്, ഫലമാണ്. അതുകൊണ്ട് തീർച്ചയായും ശുഭമായ ഈ ദേവീ മഹാത്മ്യം സ്ത്രീകൾ നിത്യവും ജപിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത്. ശ്ലോകം 13. ശനൈഹി തു ജപ്യമാനേ അസ്മിൻ സ്തോത്രേ സമ്പത്തിഹി ഉച്ചഗൈഹി ഭവതി ഏവ സമഗ്ര അഭി തതഃ പ്രാരഭ്യം ഏവ തത്. അസ്മിൻ സ്തോത്രേ, ഈ സപ്തശതീ സ്തോത്രം, ശനൈഹി തു ജപ്യമാനേ, പതിക്കെ ജപിക്കുകയാണെങ്കിൽ സമ്പത്തിഹി, സമ്പത്തുണ്ടാകും, സമ്പത്ത് കൈവരുമെന്ന്. ഇനി ഉച്ചഗൈഹി, ഇത് ഉറക്കെ ജപിച്ചാൽ സമഗ്ര അഭി ഭവതി ഏവ, പൂർണ്ണമായ സമ്പത്തും പുരുഷാർത്ഥങ്ങളും ലഭിക്കും. തതഃ, ആയതിനാൽ പ്രാരഭ്യമേവ തത്, ഈ ദേവീ മഹാത്മ്യം സപ്തശതീ സ്തോത്രം നിങ്ങൾ തീർച്ചയായും പാരായണം ചെയ്യാൻ ആരംഭിക്കേണ്ടതാണ്, അത് അനിവാര്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സപ്തശതീ സ്തോത്രം അല്ലെങ്കിൽ ഈ ദേവീ മഹാത്മ്യം പതുക്കെ ജപിച്ചാൽ സമ്പത്ത് കൈവരും, ഉറക്കെ ജപിച്ചാൽ പൂർണ്ണമായ സമ്പത്തും പുരുഷാർത്ഥങ്ങളും അവന് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിനാൽ ഇനി താമസിക്കേണ്ട, ദേവീ മഹാത്മ്യ പാരായണം ഇപ്പോൾ തന്നെ ആരംഭിച്ചുകൊള്ളുക എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത്. ശ്ലോകം 14. ഐശ്വര്യം യത് പ്രസാദേന സൗഭാഗ്യ ആരോഗ്യ സമ്പദഃ ശത്രുഹാനിഃ പരോ മോക്ഷഃ സ്തൂയതേ സാ ന കിം ജനൈഃ. യത് പ്രസാദേന, ദേവീ മഹാത്മ്യം കൊണ്ട് ദേവിയെ സ്തുതിക്കുകയാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും സമ്പത്തും ശത്രുഹാനിയും പരോമോക്ഷ, പരമമായ മോക്ഷവും അവന് ലഭിക്കും. അതുകൊണ്ട് തന്നെ സഹ, ആ ദേവിയെ, എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും സഹ, ആ ദേവിയെ ജനൈഹി, ജനങ്ങൾ ന കിം സ്തൂയതേ, എന്തുകൊണ്ട് അങ്ങനെ സ്തുതിക്കുന്നില്ല എന്ന് ഇവിടെ മാർക്കണ്ഡേയ മഹർഷിയാണ് ഇത് പറയുന്നത്. ദേവീ മഹാത്മ്യ പാരായണം കൊണ്ട് ഈ കീലകമറിഞ്ഞ് മനസ്സിലാക്കി പരിപൂർണ സമർപ്പണത്തോടെ ദേവീ മഹാത്മ്യത്തെ സ്തുതിക്കുകയാണെങ്കിൽ ദേവിയുടെ സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവന് ലഭിക്കും. അതിലൂടെ ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും ആയുസ്സും ശത്രുഹാനിയും അവസാനം പരമമായ മോക്ഷവും അവന് ലഭിക്കും. എന്നിരിക്കെ ഇതൊക്കെ
ഒക്കെ ആണെങ്കിൽ പോലും ജനങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും ദേവി മഹാത്മ്യത്തെ പാരായണം ചെയ്ത് ആ അമ്മയിൽ അർപ്പിതമായ മനസ്സോടെ അമ്മയെ സ്തുതിക്കാത്തത് എന്തുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഞാൻ എന്ന ഭാവത്തിൽ കഴിയുന്നത്? എല്ലാം ആ അമ്മയിൽ അർപ്പിച്ചുകൊണ്ട് ആ അമ്മയുടെ ദാസനായി നിന്നുകൊണ്ട് കർമ്മം ചെയ്യാതെ എന്തുകൊണ്ട് മനുഷ്യൻ ഇന്നും ആ ഒരു അഹത്തിൽ തന്നെ കഴിയുന്നു എന്നിരിക്കെ ആ ദേവിയെ നമസ്കരിക്കാൻ അല്ലെങ്കിൽ ആ ദേവിയെ സ്തുതിക്കാൻ എന്തുകൊണ്ട് മനുഷ്യൻ മടിക്കുന്നു, അത് ചെയ്യുന്നില്ല എന്ന് മാർക്കണ്ഡേയ മഹർഷിയുടെ ഒരു ചോദ്യത്തോടു കൂടി ദേവി കീലകം ഇവിടെ അവസാനിക്കുന്നു.